ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവ്വാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കരിമ്പില്ലാതെ എങ്ങനെ നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിൽ കരിമ്പിൻ ജ്യൂസ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. കരിമ്പിൻ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുതിനയിലയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് കരിമ്പിൻ ജ്യൂസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഇത് അച്ചി ശർക്കരയാണ്, കണ്ടോ, ഇതുപോലുള്ള ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ അടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ശർക്കരയും ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കരിമ്പിൻ ജ്യൂസിന് വേണ്ടിയിട്ട് ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കരിമ്പില്ലാതെയുള്ളൊരു കരിമ്പിൻ ജ്യൂസാണിത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 2 ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിനുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കരിമ്പിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിലേക്ക് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കരിമ്പിൻ ജ്യൂസിന്. നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ വഴിയരികിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ കരിമ്പിൻ ജ്യൂസ്, അപ്പോൾ ഒരു നാരങ്ങയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ജ്യൂസിന് കിട്ടുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു കരിമ്പിൻ ജ്യൂസ് അവർക്ക് അടിച്ചു കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും ഇത് കരിമ്പിൻ ജ്യൂസിൻ്റെ അതേ രുചി തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവ്വാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്